ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇപ്പോൾ രാവിലെ 5:15 അപ്പോൾ നേരം ശരിക്കും വെളുത്തു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നേരത്തെ നേരം വെളുക്കും. അപ്പോൾ അതെ കാലത്ത് തന്നെ പ്ലാവിൻ്റെ കടക്കലത്തെ പുല്ല് ഒക്കെ ചപ്പും ഇതൊക്കെ പറിച്ച് അതിൻ്റെ കടക്കിടലാണ്. ഇത് കണ്ടോ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള 2 ആഴ്ചകളിൽ ഫുൾ മഴയായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ചെടികളൊക്കെ വളർന്ന് പ്ലാവിൻ്റെ കടയൊക്കെ ഒരു പരിവായി. ഇത് കണ്ടോ, അതൊക്കെ ഇപ്പോൾ പറിച്ച് അതിൻ്റെ കടക്കിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വളം നമ്മൾ കുതിരച്ചാണോ പശു ചാണോ എല്ലുപൊടി കിട്ടുകൊടുത്തത് അതൊക്കെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ പണ്ടൊക്കെ രാവിലെ എൻ്റെ പപ്പയൊക്കെ രാവിലെ തന്നെ പറമ്പിലിറങ്ങി ഓരോ കാര്യങ്ങളും പറമ്പിലും തേമാലിയിലും പാടത്തൊക്കെ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെ വിളിക്കും, എടാ ആ വെള്ളവും തിരിച്ചു വിടും, മോട്ടർ നടിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും എനിക്ക് വയ്യ, അവനോട് പറ ഇവനോട് പറ എന്നൊക്കെ നമ്മുടെ സഹോദരങ്ങളുടെ പേര് പറയും നമ്മൾ. അവന് ചെയ്താൽ എന്താ, എനിക്ക് എന്താ, അന്ന് നമുക്കൊട്ടും ഇഷ്ടമുണ്ടായില്ല ഇതൊക്കെ ചെയ്യാനായിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. പക്ഷേ ഇപ്പോഴാണ് അവരൊക്കെ ചെയ്ത് നമ്മളെ പഠിപ്പിച്ച സമയത്ത് പറമ്പിൽ പണിയെടുത്തും പാടത്ത് പണിയെടുത്തും റബ്ബർ, ജാതി, തെങ്ങ്, വാഴ, പൈനാപ്പിള്, ചേമ്പ്, ചേന അങ്ങനെ ഇല്ലാത്ത കൃഷികളൊന്നും ഉണ്ടായില്ല. സ്വന്തം പറമ്പിൽ തന്നെ നമ്മളെയൊക്കെ വളർത്താൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ പപ്പന്മാരും മമ്മിമാരും പണിക്കാരെയും കൂട്ടിയൊക്കെ പണിയെടുത്ത്. അപ്പോൾ കൃഷിയുടെ ഒരു കഷ്ടപ്പാട് അന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. അന്ന് അവരിങ്ങനെ പറമ്പിലൊക്കെ പണിയെടുത്ത് ആവശ്യമായിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും വേർത്ത് കുളിച്ചൊരു പരിപാടിയായിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. പക്ഷേ ഇപ്പം നമ്മൾ അയർലൻഡിലൊക്കെ പോയി കുറേ വർഷങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കൃഷി വീഡിയോകളൊക്കെയാണ് കാണാറ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയ വന്ന് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നമ്മളിങ്ങനെ പ്ലാവൊക്കെ നട്ടുപിടിപ്പിച്ച് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ചെറിയൊരു പ്ലാവും തോട്ടമൊക്കെ ആക്കി. അപ്പുറത്തെ പറമ്പിലുമൊക്കെ നിറയെ പ്ലാവാണ്. പക്ഷേ മഴ പെയ്തിങ്ങനെ പുല്ല് മുളച്ചൊരു പരുവാണ്. ഇപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഞാൻ പറിച്ചിങ്ങനെ ഇതിൻ്റെ കടയ്ക്ക കൂട്ടിയതാണ്. ഒരു വാക്കത്തിയും അരിവാളൊക്കെ ആയിട്ടാണ്. പിന്നെ ഈ ഫെൻസ് ഇട്ടേക്കണോണ്ട് കൈമയൊക്കെ കുത്തിക്കൊള്ളുന്നുണ്ട്. ഇതുണ്ട്, കൈമയൊക്കെ ഫെൻസ് കുത്തി ഒരഞ്ഞ് ഒരു പരുവാകുന്നുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ ഇത് കണ്ടോ, നമ്മുടെ കെയിലി നമ്മുടെ കൂട്ടിനുണ്ട്. കെയിലിനെ അഴിച്ചു വിടുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. രാവിലെ തന്നെ ഞാൻ ഒരു കോഫി കുടിച്ചപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കരയുവാണ്. കെയിലി 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 കമോൺ കമോൺ. നമ്മുടെ കൂടെ ഇങ്ങനെ പറമ്പിൽ അവളെൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവൾക്കിങ്ങനെ ഓടിക്കളിക്കാൻ ഇഷ്ടം. കണ്ട കേളി, അവളുടെ കൂടെ ഓടിക്കളിക്കാൻ ഞാൻ. പക്ഷെ എനിക്ക് പുല്ല് പറിക്കണ്ടേ. അവളിങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഓടും, അങ്ങനെയൊക്കെ ആണ്. അപ്പം അങ്ങനെ എൻ്റെ ഗ്ലൗസ് എടുത്തുകൊണ്ട് പോകും. കണ്ട, എൻ്റെ ഗ്ലൗസ് എടുത്തുകൊണ്ട് പോയി. കെയിലി കുറച്ച് പ്ലാവുകളൊക്കെ നമ്മുടെ വലുതായി. പക്ഷേ അതിൻ്റെ കടയ്ക്ക് ഇത് കണ്ടോ പുല്ല്. ഇത് വീഡ് കില്ലർ അടിച്ച് കളഞ്ഞാൽ മതിയോ? ഇത് പ്ലാവിന് കേട് ചെയ്യുമോ ഇങ്ങനെ അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? ഇത്ര ആയ പ്ലാവിൻ്റെ ചോട്ടിലുള്ള ഇത് വീഡ് കില്ലർ അടിച്ച് കളയുകയാണോ അതോ പറിച്ചതിൻ്റെ ചോട്ടിലിടുന്നതാണോ നല്ലത്? എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് വെയിലിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നുണ്ട്. ഇതിനെ ഒത്തിരി ചൂടടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൊത്തം പറിച്ചത്. ഇത് ചീരയാണ്, നമ്മുടെ നാട്ടിലെ പച്ചച്ചീരയാണ്. ഇതിപ്പോൾ മൂത്തുപോയി. ഇത് പറിച്ചാൽ കറി വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വീഡ് കില്ലടിച്ച് കളയുന്നതാണോ നല്ലത് അതോ പറിച്ച് ഇതിൻ്റെ കടയ്ക്ക് പൊതയായിട്ട് ഇടുന്നതാണോ നല്ലത് എന്നറിയാവുന്നവർ പറഞ്ഞു തരണേ. കെയിലി ഇതുണ്ട, കെയിലി നമ്മുടെ ഗ്ലൗസ് എടുത്തുകൊണ്ട് പോയി. ഇതുണ്ട്, ഇതൊക്കെയാണ് അവളുടെ പണി. എൻ്റെ ഗ്ലൗസ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ. വീഡ് കില്ലടിച്ച് കളയുന്നതാണോ നല്ലത് അതോ പറിച്ച് ഇതിൻ്റെ കടയ്ക്ക് പൊതയായിട്ടാണോ നല്ലത്? അറിയാവുന്നവർ പറഞ്ഞു തരണേ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നും വലിയ പ്രചോദനമാണ് കൃഷി ചെയ്യാനായിട്ട്. ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ ക്യൂൻസ്ലാൻഡിലാണ്, ഹാർവി ബേ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം നാട്ടിൽ മൂന്നാർ, വയനാട് പോലത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ഈ കാലാവസ്ഥയിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. വിൻ്റർ വരുമ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലാവ് നട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ ജനുവരി വരുമ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷം ചട്ടിയിൽ നട്ട് നിർത്തിയ പ്ലാവാണ്.
അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണേ. കൃഷിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതെനിക്ക് പ്രചോദനമാവും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, എൻ്റെ പേജ് ഫോളോ ചെയ്യണേ. താങ്ക് യു വെരി മച്ച്.